ഇന്ന് നമുക്ക് കടലയുടെ ഒരു വെറൈറ്റി ആയിട്ട് ആയാലോ. ഇത് കടല റോസ്റ്റും അല്ല എന്നാൽ കടല തോരനും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ളൊരു സൂപ്പർ ഐറ്റമാണ്. ഈ ഡിഷ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. കടലയൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് പിന്നെ സ്ഥിരമായിട്ട് നിങ്ങളിത് തയ്യാറാക്കിക്കൊണ്ടേയിരിക്കും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പം നമ്മളൊരു പാൻ വെച്ചു, അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി തന്നെ ഇടുക. ഇപ്പോൾ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് സവാള ഇട്ടത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടുക, അതായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പിട്ടു, ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് സ്പൈസസ് ഇടുക. ഉള്ളി ഒത്തിരി ഓവറായിട്ട് വഴറ്റണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ആ ഒരു ഉള്ളി ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര ഐറ്റംസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു മസാലയുടെ പച്ചമണം മാറി വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സ്പൈസസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കുറച്ച് മതി. ചില്ലി ഫ്ലെക്സ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഗ്യാസ് നല്ല ലോയിൽ തന്നെ ആക്കി കുക്ക് ചെയ്യുക. സ്ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നാലേ ആ കടലയിലേക്ക് ആ മസാലാസൊക്കെ നല്ലപോലെ പിടിക്കത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് മസാലയുടെ ഫ്ലേവറൊന്നും വരരുത് ആ രീതിയിൽ. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, അതും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പീര, നിങ്ങൾ എന്തായാലും തേങ്ങാപ്പീര ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് കൂട്ടിയോ കുറച്ചോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ഒരു തേങ്ങാപ്പീരയിലൂടെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണ്ടേ, അതിനനുസരിച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് വഴറ്റി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പം നന്നായിട്ട് വഴറ്റി മസാലയൊക്കെ ഇതിൽ പിടിക്കുന്ന ആ ഒരു രീതിയിൽ കുറച്ച് ടൈം തന്നെ നമ്മളത് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാനൊരു ചെറിയൊരു പുളിക്കൊക്കെ വേണ്ടി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഇപ്പോൾ ചെറിയ പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അധികം ഓയിലൊന്നും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്